കുഞ്ഞുസ് നല്ല ഉറക്കം. ഹായ് ഫ്രണ്ട്സ്, ദിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പോൾ സിറ്റിയിലേക്ക് വന്നേക്കുവാണ്. ചെറിയൊരു പരിപാടിയുണ്ട്. ഒരു ടാറ്റു ഷോപ്പിലേക്ക് വന്നേക്കുക. അപ്പോൾ അവിടെ പോയിട്ട് പറയാം കേട്ടോ. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ പരിപാടി ചെയ്തിട്ട് അപ്പോഴേ ഞങ്ങളങ്ങ് വീട്ടിൽ പോകും. ഏകദേശം 3-4 മണിയോളമായി. ഇപ്പം ബഗ്ഗി എടുക്കാം നമുക്ക്. നല്ല സണ്ണി ഡേ ആണേ, നല്ല രസമുണ്ട്. അപ്പോൾ സിറ്റിയിൽ നടക്കാനൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണേ. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ ഇച്ചിക്കൂടെയൊക്കെ കഴിയുമ്പോൾ നല്ല വൈബാവും. ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റിലെ ഈ ഫുട്പാത്തിലും എല്ലാം, അതുപോലെ ഔട്ട്ഡോർ ഡൈനിങ്ങും എല്ലാം വന്നിട്ട് നല്ല രസമാവേ. നല്ല സണ്ണി ഡേ ആണ്. ഇത് നോക്കി, ലക്കി ലൈൻ, കാതറിൻ സ്ട്രീറ്റ്. നമ്മളതിനകത്തോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഇതിന്റെ താഴെ അടി വാ. എന്ത് നമ്മൾ നേരത്തെ PSC ചെയ്തിട്ടുണ്ടോ? എപ്പിലെപ്സി, ഡയബറ്റിക് ഹാർട്ട് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്ലോട്ടിങ് മെഡിക്കേഷൻ എടുക്കുന്നുണ്ടോ? കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അലർജി ഉണ്ടോ? നോക്കട്ടെ കുഞ്ഞു, എന്തോ കിട്ടിയേ? അതുവഴി നടന്നു പോയ ഒരു പുള്ളിക്കാരി കുഞ്ഞുസിന് ഒരു ലോലിപോപ്പ് കൊടുത്തു കേട്ടോ. ചോക്ലേറ്റ് അത്. ഫ്രണ്ട്സ്, ലച്ചു അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഓരോരുത്തർ ടാറ്റു ചെയ്യാനും പിയേഴ്സിങ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 45 മിനിറ്റ് കഴിഞ്ഞ് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ലക്കി ലൈൻ, കാതറിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടോട്ടൊന്ന് വന്നേ. കാരണം ഞങ്ങൾ ലിമറിക്ക് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ലക്കി ലൈൻ, കാതറിൻ സ്ട്രീറ്റ്. ബുക്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ബുക്സ്, ഇവിടെ ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. മറ്റേ ജ്വല്ലറീസും മോതിരങ്ങളും. മരിയയുടെ പ്രിൻസസ് പീച്ച്. കുഞ്ഞൂസ് അത് കണ്ടുപിടിച്ച ടോയ്സ്. ഇതൊക്കെ സുവനീർ ടൈപ്പാന്ന് തോന്നല്ലേ. കീ ചെയിൻ, ഡിഫറെൻറ്റ് കീ ചെയിൻ, വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ മാലകൾ. നല്ല കൗബോയ് ക്യാറ്റ്സ് ഹാറ്റുകളുണ്ട് കേട്ടോ. കൗബോയ് ഹാറ്റ്, ലെതറിൻ്റെ ഒക്കെയാന്ന് തോന്നുന്നു. അത് റെക്കോർഡ്സാണ്, പഴയ റെക്കോർഡ്സുകൾ, മ്യൂസിക് റെക്കോർഡ്സ്. ഡ്രസ്സുകൾ കൊള്ളാം. ഒരു വെറൈറ്റി ആംബിയൻസ് ആണ്. ഇയാൻ ഫ്ലമിംഗ്, ജെയിംസ് ബോണ്ടിൻ്റെ ബുക്കുകൾ കേട്ടോ. ഇത് ജെയിംസ് ബോണ്ടിൻ്റെ സ്റ്റോറീസ് ബുക്കുകളത്, നോവല്. ഇതെല്ലാം നല്ല വെറൈറ്റി ബുക്കുകളാണ്. ഇത് ഇവരുടെ തന്നെ ജ്വല്ലറി അടി. ലക്കി ലൈൻ അയർലൻഡ് ഉണ്ടോ? ഇവരുടെ തന്നെ ജ്വല്ലറി ഫാഷൻസ്. അത് സ്റ്റീലാന്ന് തോന്നുന്നു. നോക്കി, എന്തോ സോഡിയാക് കോയിൻസ് ആണ്. സോഡിയാക് സൈൻ വെച്ചിട്ടുള്ള കോയിൻസ്.
കാർഡ്സുകൾ, ഡിഫറെൻറ്റ് കാർഡ്സുകൾ. ഇതൊക്കെ എന്ത് വേണോ എന്തോ. ഫ്രണ്ട്സ്, ഇവിടെ പിയാനോ വെച്ചിട്ടുണ്ടേ. പിയാനോ ഇത് വിൽക്കാനായിരിക്കും കൂടി. ഇത് വിൽക്കാനല്ല, ഇവിടെ കയറുമ്പോൾ ചുമ്മാ വായിക്കാനായിട്ടാണേ. എങ്ങനെ കുഞ്ഞൂസിനെ വേണം. കുഞ്ഞൂസ് ചെയ്യേ. കുഞ്ഞൂസ് ചെയ്യ്. കൊള്ളാടി. ഇങ്ങനെ പ്രസ് ചെയ്യും, നന്നായിട്ട് ഇങ്ങനെ ഇത് പ്രസ് ചെയ്യും. ഞാൻ ആക്കുന്ന പോലെ. കൊള്ളാം കൊള്ളാം, ഗുഡ് ഗെയിം. ഇച്ചിരി വലുതാകുമ്പോൾ നമുക്ക് പഠിക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ നടന്നിട്ട് വേറൊരു സ്ഥലത്ത് കയറി കേട്ടോ. ഇത് ബുക്ക് സ്റ്റോൾ പോലത്തെ ഒരു ഷോപ്പാണ്. ഭയങ്കര വിലക്കുറവാണ്. 75 സെൻറ്റും €1 അങ്ങനെയൊക്കെ ഉള്ളൂ ബുക്കുകൾക്കും ഓരോന്നിനൊക്കെ. നോക്കിയേ, ഭയങ്കര ചീപ്പ് റേറ്റാണ്. ഫൈൻ പോയിന്റ് അത് വേണ്ടടി കുഞ്ഞു, അത് കളറല്ല, നമുക്ക് വേറെ നോക്കാം. ഈ ഇരിക്കുന്ന വാഷബിളാണ്. ഇവിടെ ഇഷ്ടംപോലെ ടൈപ്പ് മാർക്കറുണ്ട്. അപ്പം കുഞ്ഞുസിന് ചുമ്മാ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഒക്കെ ഓൾറെഡി സ്കെച്ച് പെൻസിലെല്ലാം പല വഴിക്ക് കളഞ്ഞേക്കുക. ഇത് ടോഡ്ലർ മാക്കറാ. ഇത് വലിയ പോയിന്റാ ഇതിന് വരുന്നത്. അത് 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 ഒത്തിരി കിഡ്സിനാ അത്. പിന്നെ പിള്ളേർക്ക് വാങ്ങുമ്പോൾ വാഷബിൾ വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫർണിച്ചറിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് അത് ക്ലീൻ ചെയ്ത് കളയാൻ. വാഷബിളാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെള്ളം തൊട്ട് തുടച്ചാൽ തന്നെ അതങ്ങ് പൊയ്ക്കോളും. കുഞ്ഞൂസിന് കുറച്ച് സാധനങ്ങൾ വാങ്ങി കേട്ടോ. കുറച്ച് മാഗ്നറ്റ്സ്, പ്ലേഡോ, ടു കളേഴ്സ്. അത് മിക്സ് ചെയ്യല്, മെസ്സാക്കല്. ഇപ്പോൾ ഉള്ള കളേഴ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് വെച്ചേക്കണം കേട്ടോ, മെസ്സാക്കല്ലേ. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇതിനകത്ത്. കുറേ ആർട്ട് വർക്കുകളും ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. സിറ്റിയിൽ തന്നെ ചുമ്മാ ഞങ്ങൾക്ക് സമയം കളയാൻ വേണ്ടി നടന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണേ. പക്ഷേ നല്ല വിലക്കുറവാണ്, അത്ര ഭയങ്കര വിലയുള്ള സാധനങ്ങളല്ല. ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് സ്റ്റാർബക്സിൽ കയറി കേട്ടോ. ചുമ്മാ ഒരു കോഫി ഞങ്ങൾ കുടിക്കാറില്ല. എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോൾ കോഫി ലച്ചു എടുക്കുമായിരിക്കും. ഞാൻ കോഫി നിർത്തിയിട്ടുണ്ട്. ഞാനിപ്പം ടീയാണ് എടുക്കുന്നത്. കുറേ സ്നാക്സുകളുണ്ട് ഇവിടെ. സ്റ്റാർബക്സ് ഞങ്ങളുടെ അത്ര ഫാനല്ല കേട്ടോ. ഞങ്ങൾക്ക് കോസ്റ്റേ ഇഷ്ടം. സ്റ്റാർബക്സിൽ ഞങ്ങൾ വളരെ റയറായിട്ടാണ് കയറാറുള്ളൂ. എന്തും എടുത്തേ കുഞ്ഞുന് ഇതിന്റെ ജിഞ്ചർ ബിസ്ക്കറ്റ് ഇല്ല, അതും പിന്നെ ഇതിനെന്താ പറയുക, ചോക്ലേറ്റ് സ്റ്റിക്ക്, പ്ലേഡോ എടുത്ത് കളി തുടങ്ങി കുഞ്ഞസ്. കുഞ്ഞസിന് എന്തൊക്കെയാ? കുഞ്ഞസ് കഴിപ്പ് തുടങ്ങിയ. ഞങ്ങളിത് എനിക്ക് ഗ്രീൻ ടീ കിട്ടി. പിന്നെ ലച്ചുവിന് എന്തോ ക്യാരമൽ മച്ചിയാത്തോ എന്തോ സംഭവം എന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ റാപ്പ് വാങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം സ്റ്റാർബക്സിൽ സ്പെൻഡ് ചെയ്യും കേട്ടോ. കൊള്ളാം അത്.
മുകളിൽ കാരമൽ, അടിയില് ക്യാപ്പിച്ചിനോടെ ഇത്. അപ്പൊ ഇതും ഇതും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ കുടിക്കുന്നത്. അടിയിലത്തെ മധുരം ഇല്ല, ഇതിന്റെ മധുരം ഇങ്ങനെ മിക്സ് ചെയ്താൽ ക്രീമും കാരമലും എല്ലാം കൂടെ. ഫ്രണ്ട്സ്, ഈ ഗ്രീൻ ടീ ഉണ്ടല്ലോ, വേറൊരു ടൈപ്പ് ഗ്രീൻ ടീ ആണ്. നോക്കി ഈ കളർ കാണിച്ച് പക്ക ഗ്രീൻ കളർ പോലെ ഇല നമുക്കിത് കിടക്കുന്ന അറിയാൻ പറ്റും. അതുപോലെ കുടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ഗ്രീൻ ടീയും കുടിച്ചിട്ട് എനിക്ക് ടീയുടെ ടേസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പച്ചല ഇട്ട വെള്ളം കുടിക്കുന്നത് ഈ നമ്മുടെ നാട്ടില് ചില സമയം കോൾഡ് റാപ്പ് കോൾഡ് റാപ്പും ചൂട് ടീ വേണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വന്ന കാര്യം നടന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് നൈറ്റ് ഉണ്ട്, എനിക്ക് നൈറ്റിന് പോകണം. ഓ, കുഞ്ഞുസിൻ്റെ കാലിൽ ബൂബു വന്നു. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എവിടെയാണ് നമ്മൾ PS ചെയ്യുന്നതെന്ന് പറയുന്നില്ല കേട്ടോ, കാരണം അത് ഞങ്ങളുടെ പ്രൈവസിയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? പെയിന് ഉണ്ട്, പക്ഷെ നമുക്കിങ്ങനെ വേദന എടുത്തെടുത്ത് അങ്ങനത്തെ ഒരു പെയിൻ അല്ല. ഇപ്പൊ നമ്മുടെ ഇയർ പിയേഴ്സിങ് ചെയ്യത്തില്ലേ, വൺസ് ഒരു ഷോട്ട് പോലെ, അതേപോലെ ജസ്റ്റ് ഒരു ഷോട്ട് പോലെ ചെയ്യും. പക്ഷെ മറ്റേനേക്കാൾ ഇച്ചിരി കൂടെ പെയിൻഫുൾ ആണ്. പിന്നെ നമുക്ക് ആ ഒരു ഏരിയ അത്ര സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ എനിക്ക് പിന്നെ ഓരോരുത്തരെ ടോളറേറ്റ് ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും കേട്ടോ, പെയിൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. കുത്തിയപ്പോൾ എനിക്കൊരു വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കുറഞ്ഞു, അത് വേഗം തന്നെ കുറഞ്ഞു. നമുക്ക് അത്ര സെൻസിറ്റീവ് ആയിട്ട് അല്ലാത്തതുകൊണ്ട് അതങ്ങനെ ഫീൽ ചെയ്യാത്തത്. പിന്നെ ലേബർ പെയിൻ ഒക്കെ അനുഭവിച്ചവർക്ക് ഇതൊന്നും അല്ല ശരിക്കും. അണ്ടർ 16 ആയിട്ടുള്ള കുട്ടികളെ അവർ ഒറ്റയ്ക്ക് അലവ് ചെയ്യത്തില്ല. പിന്നെ ഇങ്ങനത്തെ കൊച്ചുങ്ങളെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ റിസപ്ഷനിൽ നിർത്താനേ പറ്റുള്ളൂ, നമുക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റില്ല. അത് ഓരോ ഷോപ്പിൻ്റെയും പോളിസി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എക്സ്പോസ് ആവുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഹൈജീൻ്റെ ബേസിൽ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഹൈജീൻ്റെ ബേസിൽ ഓരോ ഷോപ്പുകളും അവരുടേതായിട്ടുള്ള പോളിസികൾ വെച്ചേക്കും. അപ്പം പിന്നെ ഇങ്ങനെ ടാറ്റു ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ ഇവിടെ ഭയങ്കര കോമൺ ആണ്. ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു അല്ലേ. ഓൾമോസ്റ്റ് 50 മിനിറ്റ്സോളം 1 അവറോളം നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ അവർ നോർമൽ നമ്മുടെ ഇയർ പിയേഴ്സിങ് ചെയ്യുന്ന പോലെ പ്രത്യേകിച്ച് നന്നായിട്ട് ആൽക്കഹോൾ വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് അവരാദ്യം ഒരു ഇങ്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തു നമ്മളെവിടെ വേണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ നീഡിൽ പോലെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ അവർ കിഴിക്കുന്ന പോലെ അവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. എന്നിട്ട് അവർ പറയും അതിൻ്റെ ഓപ്പോസിറ്റ് ഷാർപ്പ് പറ്റുന്നുണ്ട്. ഒറ്റ ഒരു കിരുത്തയായിട്ട് അവർ കേട്ടിട്ട് ഇങ്ങനെ കിഴിച്ചിട്ട് അങ്ങനെയൊന്നും അല്ല. എത്ര യൂറോ നമ്മുടെ വാങ്ങി? മൊത്തത്തിൽ 65. 50 ഉള്ളൂ. പിന്നെ ഒരു സൊല്യൂഷനൂടെ ചേർത്തിട്ട് സൊല്യൂഷനൂടെ ചേർത്ത് 65 ആയി കേട്ടോ മൊത്തത്തില്. അപ്പം അതാണ്. പിന്നെ അവര് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞത് നമ്മൾ അങ്ങനെ അധികം ഡ്രസ് ഇട്ട് ഇങ്ങനെ ഒരയാനധികം പാടില്ല. പോകും നമ്മള്, എന്നിട്ട് ഒരയാൻ പാടില്ല. കാരണം അത്യാവശ്യം ടേക്ക് കെയർ ചെയ്ത വേഗം ഹീലാവും. ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് ഡ്രസ്സുകൾ തമ്മിൽ ഒരഞ്ഞാലും ഒക്കെ അത് ഹീലാവാൻ ഇച്ചിരി ഡിലേ വരും. അപ്പം വേഗം ഹീലാവാൻ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇട്ട് ഇങ്ങനെ പരസ്പരം ഒരയാൻ പാടില്ല. കിടക്കുമ്പോൾ ഇങ്ങനെ കമന്ന് കിടക്കല്ല്. പിന്നെ എപ്പോഴും നമ്മൾ ആ പ്ലേസ് ഡ്രൈ ആയിട്ട് വെക്കണം. പിന്നെ ഇവർ ആ സൊല്യൂഷൻ തന്നത് അത് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഡെയിലി 2 ദിവസം യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ ലച്ചു? എൻ്റെ ആഗ്രഹമല്ലായിരുന്നു, വിഷുവിൻ്റെ ആഗ്രഹമായിരുന്നു. പിന്നെ അതല്ല, എനിക്കങ്ങനെ പിയേഴ്സിങ് ജസ്റ്റ് സ്റ്റഡ് ഇയറിൻ്റെ പിയേഴ്സിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വിഷുവിന് 2 മതി, അതിൽ കൂടുതൽ വേണം. പിന്നെ വിഷു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ, നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇങ്ങനെ ഞങ്ങളിത് ജസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയാണ്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഷോപ്പുകളും ഇതെല്ലാം ഇവിടെ ഭയങ്കര ലിമറിക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് ടാറ്റുവിനോട് ഇപ്പം കറൻ്റ്ലി നമുക്ക് താല്പര്യമില്ല ടാറ്റു ചെയ്യാനായിട്ട്.
പക്ഷേ പറയാൻ പറ്റത്തില്ല, ചിലപ്പം ഭാവിയിൽ നമുക്ക് നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ എന്തെങ്കിലും വാല്യൂ അതിന് വേണം എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം. വെറുതെ ഒരു ഡിസൈൻ കൊണ്ടുപോയി ചെയ്യാതെ എന്തെങ്കിലും ഒരു വാല്യൂ, മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വേണം എന്നാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ചിലപ്പോൾ ഭാവിയിൽ ചെയ്യുമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വെച്ച് എൻ്റെ പേര് അടുത്ത കിടിലെ വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ ബൈ.